ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മങ്കരയിൽ മദ്രസ വിദ്യാർത്ഥിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ പരിക്കേറ്റെത്തിയ 12 വയസ്സുകാരന് മതിയായ ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതായും പരാതി. കരിമത്ര സ്വദേശി അജ്മലാണ് ഓട്ടുപാറ ജില്ലാ ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന 12 വയസ്സുള്ള ആദിലിനാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5:15 വെള്ള നിറത്തിലുള്ള റിറ്റ്സ് കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. വടക്കാഞ്ചേരി മങ്കര പള്ളി മദ്രസയ്ക്ക് സമീപമായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ കരിമത്ര മാമ്പൂളിഞ്ഞാലിൽ അജ്മലിന്റെ മകൻ ആദിലിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ പരിക്കേറ്റ ആദിലിനെ ഉടനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു. എക്സ്റേ എടുക്കുവാനുള്ള സംവിധാനമില്ലെന്ന് അറിയിക്കുകയും കയ്യിലുണ്ടായിരുന്ന മുറിവിൽ മരുന്ന് വെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയുമായിരുന്നുവെന്ന് അജ്മൽ പറഞ്ഞു. ഡോക്ടർമാർ മതിയായ ചികിത്സ നൽകിയില്ലെന്നും അജ്മൽ ആരോപിച്ചു. ഞാനിവിടെ ഓട്ടുപാറ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കുട്ടീനെ ഇന്നലെ ഒരു 5:15 വണ്ടി ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊടുന്ന ടൈമിൽ ഒരു 7:15 ഉണ്ടാവും. ആ നേരത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് കുറേ എഴുതിയെടുക്കലൊക്കെ ഉണ്ടായി. എഴുതിയെടുക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ എക്സ്റേയും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് ഒരു കടലാസിൽ എഴുതി തന്നിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ സാധാരണക്കാർ ഇവരെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇതാക്കണത്, മനസ്സിലായ? ആ നേരത്ത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരാകുമ്പോൾ ഈ വണ്ടി വിളിക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട്. നമുക്കിപ്പോൾ ഒരു വണ്ടി ഉണ്ട് നോക്കാം, അതില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോൾ എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി രാത്രി 2 മണിയോളമായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അത് കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. അപകടം വരുത്തിയ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അജ്മലിന്റെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.